ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും പരിശുദ്ധമായ ഈ മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും ബറക്കത്തുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തുപോയ സർവ്വ തെറ്റുകളും അത്യുദാരനായ പടച്ച റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് പരിപൂർണമായി മഗ്ഫിറത്ത് പ്രദാനിച്ച് അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, മറ്റ് ബലാ, മുസീബത്തുകൾ, ഷർറുകൾ എല്ലാത്തിനും ശിഫയും സലാമത്തും തന്നു പടച്ച റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹാജിമാർ, ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരെയും അള്ളാഹു സ്വീകരിക്കട്ടെ. അവരുടെ അമലുകൾ, അവരുടെ ഹജ്ജ്, ഉംറ, സിയാറത്തുകൾ മഖ്ബൂലും മബ്റൂറുമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മരിച്ചുപോയവർ, നമ്മുടെ കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഓരോരുത്തരുടെയും ഖബറുകൾ വെളിച്ചത്തിലാക്കട്ടെ. നാളെ പരിശുദ്ധ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ കൂടാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു ദുൽഹജ്ജ് 1. ഇന്ന് ദുൽഹജ്ജ് 2 വരുന്ന വെള്ളിയാഴ്ചയാണ് ദുൽഹജ്ജ് 9 അറഫ നോമ്പ് നമുക്ക് സുന്നത്തുള്ളത്. അതിനുശേഷമുള്ള ശനിയാഴ്ച 7-ാം തീയതി ശനിയാഴ്ചയാണ് ബലിപെരുന്നാൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പുണ്യങ്ങളും നേടി വിജയിക്കുന്നവരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിൻ്റെ രാപ്പകലുകൾ പോലെ വിശിഷ്ടമായ പുണ്യമായ സമയങ്ങളാണ് ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 രാപ്പകലുകൾ എന്ന് നമ്മൾ കഴിഞ്ഞയാഴ്ച മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്തുകളിൽ പ്രത്യേകമായ ശ്രദ്ധ വേണം. ഫർള് നിസ്കാരങ്ങളിൽ, സുന്നത്ത് നിസ്കാരങ്ങളിൽ പോലും പ്രത്യേകമായൊരു ജാഗ്രത നമ്മൾ കാണിക്കണം. സുന്നത്ത് നോമ്പുകൾ കഴിയുന്നവർ കഴിയുന്നത്ര അനുഷ്ഠിക്കണം. പരിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണങ്ങൾ, സദഖകൾ, ദിക്റുകൾ, തസ്ബീഹുകൾ, മറ്റ് നന്മകൾ അതെല്ലാം കഴിവിൻ്റെ പരമാവധി നിർവഹിക്കേണ്ട റമളാനിൻ്റെ രാപ്പകലുകൾ പോലെ നമ്മൾ കാണേണ്ട, പരിഗണിക്കേണ്ട സമയങ്ങളാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഉളുഹിയ്യത്തിൻ്റെ ഉരുവിനെ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം നമ്മൾ അറവ് നിർവഹിക്കുന്നത് വരെ നമ്മുടെ രോമങ്ങൾ, നമ്മുടെ മുടികൾ, നമ്മുടെ നഖങ്ങൾ അത് നീക്കം ചെയ്യാതിരിക്കാനും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉളുഹിയ്യത്തിൻ്റെ ഉരുവിനെ കാണുമ്പോൾ, അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പ്രത്യേകം തക്ബീർ ചൊല്ലൽ, അത് എത്ര വട്ടം കണ്ടാലും ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹു അക്ബർ എന്നുള്ള ആ തക്ബീറിന്റെ വചനമെങ്കിലും
അത് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. അത് എല്ലാവർക്കും സുന്നത്താണ്, ആണിനും പെണ്ണിനും. ഉളഹിയത്തിന്റെ ഒരു നമ്മുടേതാകട്ടെ, അതല്ലെങ്കിൽ മറ്റാരുടേതെങ്കിലും ആകട്ടെ, ഉളഹിയത്തിന്റെ മൃഗത്തെ കാണുമ്പോഴും അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴും ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹു അക്ബർ എന്നുള്ള ആ തക്ബീറിന്റെ വചനമെങ്കിലും ചൊല്ലാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, ദുൽഹജ്ജ് 9 അറഫ നോമ്പിനെ പറ്റി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് യുകഫിറുസ് സനത്തൽ മാദിയ വല്ലാത്തിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും ഇതുപോലെ ഇനി വരാനുള്ള ഒരു വർഷത്തെയും 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ ആ ഒരൊറ്റ ദിവസത്തെ സുന്നത്തായ നോമ്പ് മതി എന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വരുന്ന വെള്ളിയാഴ്ചയാണ്. വ്യാഴാഴ്ചയും നോമ്പ് പ്രത്യേകം സുന്നത്താണല്ലോ. ദുൽഹജ്ജിലെ ആദ്യത്തെ 10 നോമ്പെന്ന നിലക്കും വ്യാഴാഴ്ചത്തെ നോമ്പ് എന്ന നിലക്കും വരുന്ന വ്യാഴാഴ്ചയും പ്രത്യേകം നോമ്പ് സുന്നത്താണ്. അതിനോടൊപ്പം വരുന്ന വെള്ളിയാഴ്ച ദുൽഹജ്ജ് 9 അറഫ നോമ്പ് എന്ന നീയത്തോടെ നോമ്പ് അനുഷ്ഠിക്കാൻ റമളാൻ പോലെ നമ്മുടെ വീടും കുടുംബവും ചെറുതും വലുതും പ്രായമായവരും അല്ലാത്തവരും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് പരിശുദ്ധമായ ദിവസങ്ങളുടെ ആ ദിവസങ്ങളിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തവും പ്രീതിയും തൃപ്തിയും ലഭിച്ച് വിജയിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുൽഹജ്ജ് കടന്നു വന്നതിനോടൊപ്പം വർഷകാലവും കടന്നു വന്നു എന്നുള്ളത് ഒരു യാദൃച്ഛികതയാണ്. മഴക്കെടുതികൾ നമ്മെ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതൊരു സത്യമാണ്. ഇങ്ങനെ മഴ പെയ്താൽ എങ്ങനെ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണെങ്കിലും മഴയും മഴവെള്ളവും പടച്ച റബ്ബിന്റെ അനുഗ്രഹമാണ് എന്നാണ്. മഴ ശക്തമായാൽ അതിലൂടെ ആശങ്കകളുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും മഴ എന്നുള്ളതും മഴവെള്ളം എന്നുള്ളതും വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, ആകാശത്ത് നിന്ന് നാമാണ് മഴ ഇറക്കുന്നത്. അതും മുബാറക, ബറക്കത്തുള്ള പവിത്രമായ അനുഗ്രഹമാകുന്ന മഴ ആകാശത്ത് നിന്ന് നാമാണ് അവതരിപ്പിക്കുന്നത്, ഇറക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. മഴവെള്ളം കുടിക്കുന്നത് പോലും ശിഫയാണെന്നാണ്. മഴയും നബിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട ചില സുന്നത്തുകളും ചില അദബുകളും, ആ വെള്ളം കുടിക്കൽ പോലും സുന്നത്താണ്, ശിഫയാണ് എന്നുണ്ട്. മഴവെള്ളം കുടിക്കൽ പോലും ശിഫയാണ്. മഴവെള്ളം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ബറക്കത്തെടുക്കുമായിരുന്നു. റസൂൽ സ്വന്തം ശരീരം മഴ നനയ്ക്കുമായിരുന്നു എന്നാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതബറകു ബിമാഇൽ മത്ർ, മഴവെള്ളം കൊണ്ട് റസൂൽ ബർക്കത്തെടുക്കുമായിരുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഒരിക്കൽ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഇരിക്കുമ്പോ പെട്ടെന്ന് മഴ പെയ്തു. ഫഹസറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗബ, ദേഹത്ത് നിന്ന് നബി തങ്ങളുടെ വസ്ത്രം മാറ്റി. ഹത്താ അസാബഹു മിനൽ മത്ർ, അങ്ങനെ റസൂലിന്റെ ദേഹത്ത് മഴ, റസൂല് സ്വന്തം ദേഹം മഴ കൊണ്ട്, മഴത്തുള്ളി കൊണ്ട് നനച്ചു. ദേഹമാസകലം മഴത്തുള്ളി, മഴവെള്ളം ചാടി. സഹാബത്ത് ചോദിച്ചു, ലിമ സനഅത ഹാദാ യാ റസൂലല്ലാഹ്, എന്തിനാ നബി എങ്ങനെ ചെയ്തത്?
ലിമ സനഅത ഹാദാ യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തത് ഹാദാ ഹദീസു അഹ്ദിൻ ബിറബ്ബിഹി തആല, ഈ അനുഗ്രഹം പടച്ച റബ്ബിനോട് ഏറ്റവും അടുത്ത പ്രദേശത്ത് നിന്ന് വരുന്നതാണ്. ഈ അനുഗ്രഹം ഇത് അള്ളാഹിനോട് ഏറ്റവും അടുത്ത സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും അടുത്ത പ്രദേശത്ത് നിന്ന്, സ്ഥലത്ത് നിന്നാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഇത് ബറക്കത്താണ്, ഇത് ബറക്കത്താണ്, ഇത് അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഴ പെയ്തപ്പോ പെട്ടെന്ന് ശരീരത്ത് നിന്ന് വസ്ത്രം മാറ്റിയിട്ട് മഴ നനഞ്ഞത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്നെ പഠിപ്പിച്ചു തരാണ്. പഴയ കാലത്തൊക്കെ നമ്മൾ പുതുമഴ നനയായിരുന്നു. നമ്മൾ നനയും, നമ്മളെ കുട്ടികളെ നമ്മൾ നനപ്പിക്കുകയും ചെയ്യും. പുതുമഴ അത് ശിഫയാണ്, അസുഖങ്ങൾക്ക് ശിഫയാണ് എന്ന് കാരണവന്മാർക്കിടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. പുതുമഴ നനയുക എന്ന് പറഞ്ഞാൽ അത് ശിഫയാണ്, അസുഖങ്ങൾക്ക് നല്ലതാണ് എന്ന് നമ്മുടെ കാരണവന്മാർക്കിടയിൽ അന്ന് സംസാരം ഉണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾ മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശകാരിക്കും. അവർക്ക് മഴ നനയാൻ കൊതിയുണ്ട്, ആഗ്രഹമുണ്ട്. അവരുടെ കുട്ടിത്വത്തിന്റെ പ്രത്യേകതയാണത്. അവർക്ക് മഴ നനയണം, കുടയില്ലാതെ മഴയത്തോടെ നടക്കണം എന്നുള്ളതൊക്കെ അവരുടെ ആഗ്രഹമാണ്. പക്ഷെ നമ്മൾ സമ്മതിക്കില്ല എന്നാണ്. ഒരു തുള്ളി മഴ ദേഹത്ത് ചാടാതിരിക്കാനാണ് നമ്മളും നമ്മുടെ മക്കളുടെ വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇടക്കൊക്കെ പുതുമഴ എന്നല്ല, ഏത് മഴയും ചെറിയ പനിയും നീർക്കെട്ടും ഒക്കെ ഉണ്ടായാൽ പോലും ഇടക്ക് നനയുന്നതും മക്കളെ അതിനനുവദിക്കുന്നതും നല്ലതാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രവൃത്തി നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് മഴ ബറക്കത്താണ്. ആ സമയത്തുള്ള ദുആ അത് ഇജാബത്തുള്ള ദുആയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന അത് അള്ളാഹു കേൾക്കുന്നുണ്ട്. രണ്ട് പ്രാർത്ഥനകൾ അത് ഇജാബത്തുള്ള ദുആയാണ്, പ്രാർത്ഥനകളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ രണ്ട് പ്രാർത്ഥനകൾ, ദുആകൾ അത് ഇജാബത്തുണ്ട്, അതിന് മറുപടി ഉറപ്പാണ്. അദ്ദുആഉ ഇൻദൽ മത്ർ, ഒന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അദ്ദുആഉ തഹ്തൽ മത്ർ, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദുആ അത് ഇജാബത്തുള്ള ദുആയാണ്. മറ്റൊന്ന് അദ്ദുആഉ ഇൻദൻ നിദാ, ബാങ്കിന്റെ സമയത്തുള്ള ദുആ. ബാങ്കിന്റെ സമയത്തുള്ള ദുആ, നമ്മൾ ഇത് രണ്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ശ്രദ്ധിക്കാത്തതാണ്. ഇത് രണ്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ശ്രദ്ധിക്കാത്തതാണ്. ബാങ്കിന്റെ സമയത്ത് ആ ബാങ്കിന്റെ വചനങ്ങൾ കൃത്യമായിട്ട് കേൾക്കാനോ അതിന് മറുപടി കൊടുക്കാനോ പലതുകൊണ്ടും നമുക്ക് കഴിയണില്ല. നമ്മൾ നമ്മുടെ ദുനിയാവിന്റെ വർത്തമാനങ്ങളും ഏർപ്പാടുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടു പോകാൻ. ബാങ്കിന്റെ ധ്വനികൾക്ക്, ആ ശബ്ദങ്ങൾക്ക് അതിൻ്റെതായ ഗൗരവം കൊടുക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. പക്ഷെ ആ സമയത്തുള്ള ദുആ, പ്രത്യേകിച്ച് ബാങ്ക് കൊടുത്തു കഴിഞ്ഞുള്ള ദുആ, ഇത് ഇജാബത്തുള്ള ദുആയാണ്, ഉത്തരം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ റസൂല് പറഞ്ഞതാണ് അദ്ദുആഉ തഹ്തൽ മത്ർ, മഴ ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ താഴെ ഭൂമിയിൽ നിന്നുയരുന്ന പ്രാർത്ഥന. എന്തു അള്ളാഹിനോട് ആ സമയത്ത് ചോദിക്കാന്നാണ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അത് അള്ളാഹു കേൾക്കുന്നതാണ്. മറ്റൊരു കാര്യം, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഇദാ റഅൽ മത്ർ, മഴ പെയ്യുന്നത് കണ്ടാൽ ഖാല, റസൂൽ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, പടച്ചവനെ ഇത് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മഴയാക്കണേ അല്ലാഹ്, കഷ്ടങ്ങളും നഷ്ടങ്ങളും കെടുതിയും ഇല്ലാത്ത ഞങ്ങൾക്ക് ഉപകാരമുള്ള മഴയാക്കണേ റബ്ബേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു എപ്പോഴും.
എപ്പ മഴ പെയ്താലും അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, ചെറിയൊരു ദുആയാണ്, ചെറിയ വാക്കാണ്. അത് അറബി തന്നെ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ട് പതിവാക്കാൻ ശ്രമിക്കണം. ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ മലയാളമെങ്കിലും പറയണം. അറബി പറയുമ്പോഴാണ് ആ ദുആയാകുന്നത്. റസൂല് ചെയ്ത ദുആയാണ്, പതിവാക്കിയ ദുആയാണ്. ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ മലയാളമെങ്കിലും. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, ഉപകാരമുള്ള മഴയാക്കണം, ഉപകാരമുള്ള മഴയാക്കണം. മഴയില്ലാത്തതല്ല യഥാർത്ഥ ദാരിദ്ര്യം. മറ്റൊരു ഹദീസിൽ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, മഴ ഇല്ലാതിരിക്കലല്ല യഥാർത്ഥ ദാരിദ്ര്യം, മഴ ഉണ്ടായിട്ടും വേണ്ടതുപോലെ കൃഷി ലഭിക്കാതിരിക്കലാണ് യഥാർത്ഥ ദാരിദ്ര്യം. മഴയൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്താലും നഷ്ടം. എന്ത് കൃഷി ചെയ്താലും വിളവ് വേണ്ടതുപോലെ കിട്ടണില്ല. അതാണ് ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ ദാരിദ്ര്യം. അല്ലാതെ മഴയില്ലാത്തതല്ല. മഴയൊക്കെ ഉണ്ട്, പക്ഷേ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ നടന്നതിനൊന്നും എന്ത് നട്ടാലും അത് നഷ്ടമാണ്. വലിയ ആഗ്രഹത്തോടെ കൃഷി തുടങ്ങുന്നവർ ഒറ്റ വിളവെടുപ്പോടെ അത് നിർത്തിക്കളയാണ്. കാരണം വല്ലാത്ത നഷ്ടമാണ്. അതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. അതുകൊണ്ട് റസൂൽ എപ്പോഴും ദുആ ചെയ്യും, മഴ പെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മഴയാക്കണം അല്ലാ. എല്ലാ നിലക്കും മഴ ശക്തമായാലോ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അങ്ങനെ അള്ളാന്റെ റസൂല് ദുആ ചെയ്യാറുണ്ട് എപ്പോഴും. മഴ ശക്തമായാൽ ഏറ്റവും ചുരുങ്ങിയ ദുആ അതാണ്, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ. റബ്ബേ, ഞങ്ങൾക്ക് മതി പടച്ചവനെ, ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് മഴയായി. ഇനി മഴ പെയ്താൽ മഴക്കെടുതിയെ, വെള്ളപ്പൊക്കത്തെ, മണ്ണിടിച്ചിലിനെ ഞങ്ങൾ പേടിക്കുകയാണ്. പുഴകൾ കവിഞ്ഞൊഴുകുന്നതിനെ പേടിക്കുകയാണ് റബ്ബേ. അതുകൊണ്ട് അല്ലാഹുമ്മ ഹവാലൈനാ, മഴയില്ലാത്ത മറ്റു ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലേക്ക് നീ മഴ ചൊരിയണേ അല്ലാ, ഞങ്ങൾക്ക് മതി. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാണ്. മഴ ശക്തമായി കഴിയുമ്പോൾ ആ ദുആ ചെയ്യേണ്ട സമയമൊക്കെയാണ്. ഇടക്കൊക്കെ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോൾ പല മുന്നറിയിപ്പുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. മൂവാറ്റുപുഴ പുഴയൊക്കെ അതിൻ്റെ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് കൊടുക്കേണ്ട അളവിൻ്റെ മുകളിലെത്തി. ജലനിരപ്പ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് കൊടുക്കേണ്ട അളവിൻ്റെ മുകളിലെത്തി കഴിഞ്ഞു. ഞങ്ങൾക്ക് മതി റബ്ബേ, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, ഞങ്ങൾക്ക് അത്യാവശ്യത്തിനായി. ഇനിയും വന്നാൽ മഴ ലഭിച്ചാൽ ഞങ്ങൾക്കത് അപകടമാണ്. അതുകൊണ്ട് മഴയില്ലാത്ത പ്രദേശങ്ങൾ അങ്ങോട്ട് മഴ ചൊരിയ റബ്ബേ. റസൂലിന്റെ ദുആയാണ്. കാറ്റ് ശക്തമായി കഴിഞ്ഞാൽ റസൂൽ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ. റബ്ബേ, ഈ കാറ്റിന്റെ ഖൈറിനെ, ഇതിന്റെ നന്മയെ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ. ഇതിന്റെ ഷർറിനെ തൊട്ട് കാവൽ തേടുന്നു അല്ലാഹ്. ഇത് ഞങ്ങൾക്ക് ഷർറാക്കല്ല പടച്ചവനെ. റസൂൽ ദുആ ചെയ്യും. ഇടിമിന്നൽ ശക്തമായിട്ടുണ്ടായാൽ സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖൈഫത്തിഹി. മലക്കുകൾ തസ്ബീഹ് ചൊല്ലുന്നത് റബ്ബേ നിന്നെ പേടിച്ചുകൊണ്ടാണ്. ഈ ഇടിമിന്നലും നിന്നെ പേടിച്ചുകൊണ്ടുള്ള തസ്ബീഹാണ് അവ ചൊല്ലുന്നത്, അർപ്പിക്കുന്നത്. ഇടിയും മിന്നലും ഒക്കെ നിന്നെ പേടിച്ചിട്ടുള്ള തസ്ബീഹാണ്. അതുകൊണ്ട് ഞങ്ങളും നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നു അല്ലാഹ്. ഇടിയും മിന്നലും ഒക്കെ ശക്തമാകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയലല്ല അവിടെ സുന്നത്ത്. ചിലരൊക്കെ തക്ബീർ ചൊല്ലും, അതല്ലാന്നാണ്. ഇടിയും മിന്നലും കാറ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ നിലക്ക് ദുആ ചെയ്യണം. സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി. എല്ലാം അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുക. ഏത് കാര്യവും, അത് ഇടിയായാലും മിന്നലായാലും മഴയാണെങ്കിലും എല്ലാം അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചേക്കുക. നമ്മുടെ ജീവിതമാകട്ടെ, നമ്മുടെ കച്ചവടമാകട്ടെ, എല്ലാം അങ്ങനെ ഏൽപ്പിക്കാൻ കഴിയുമ്പോഴാണ്, ആ കഴിയലിലാണ് ഒരു മുസ്ലിമിന്റെ വിജയം. എല്ലാം നിസ്കാരവും നോമ്പും ഹജ്ജും അത് മാത്രല്ല, മഴയും ഇടിയും മിന്നലും ഒക്കെ പടച്ചവനെ ഇതിന്റെ ഒക്കെ പിന്നില് നീയാണ്.
ഇതിന്റെയൊക്കെ പിന്നിലെ നീയാണ്. നീ തീരുമാനിക്കും പോലെ മാത്രമേ ഇവിടെ എന്തും നടക്കൂ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. കൊടുക്കുന്നവൻ നീയാണ് റബ്ബേ, തടയുന്നവനും നീയാണ് അല്ലാഹ്. നീ കൊടുത്തത് തടയാൻ ആളില്ല, നീ തടഞ്ഞത് കൊടുക്കാനും ആളില്ല. എല്ലാം അല്ലാഹുവിലേക്ക്, എല്ലാം അല്ലാഹുവിലേക്ക്. കഴിഞ്ഞ ദിവസം ലിബിയക്കാരനായ ഒരു ഹാജിയുടെ സംഭവം ലോകം മുഴുവൻ വൈറലായതാണല്ലോ. ലിബിയക്കാരനായ ഹാജി, അദ്ദേഹം ആമിർ അൽ ഖദ്ദാഫി എന്നു പേരുള്ള അദ്ദേഹം ഹജ്ജിനു വേണ്ടി മറ്റുള്ളവരോടൊപ്പം എയർപോർട്ടിൽ അതിന്റെ ചെക്കിങ്ങും എമിഗ്രേഷനും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോ പേരിനോടൊപ്പം അൽ ഗദ്ദാഫി എന്ന് കണ്ടപ്പോ ലിബിയയിലെ സർവാധികാരിയായിരുന്ന അമേരിക്ക വെടിവെച്ചു കൊന്ന ഗദ്ദാഫിയുടെ പേരിനോട് സാമ്യം കണ്ടിട്ട് പിടിച്ചു നിർത്തി. അവിടെ വിശദമായ പരിശോധന, ചെക്കപ്പുകൾ ചെയ്ത് പരിശോധനകൾ നടത്തി അദ്ദേഹത്തിന് അവസാനം അനുമതി കൊടുത്തപ്പോഴേക്കും ഫ്ലൈറ്റ് പുറപ്പെടാനുള്ള സമയമായി. പൈലറ്റ് പിന്നെ സമ്മതിച്ചില്ല. വിമാനം പുറപ്പെട്ടു. അധികം താമസിയാതെ സാങ്കേതിക തകരാറ് മൂലം വിമാനം താഴെ ഇറക്കേണ്ടി വന്നു. അതേ വിമാനത്താവളത്തിൽ തകരാറെല്ലാം മാറ്റിയപ്പോ താൻ പുറപ്പെടേണ്ട ഹജ്ജ് വിമാനം വീണ്ടും ഇവിടെ ഇറക്കിയിട്ടുണ്ടെന്നറിഞ്ഞ് അദ്ദേഹം വിമാനത്താവളത്തിലെ അധികൃതരോടും അതുപോലെ എയർലൈൻസിന്റെ ഉദ്യോഗസ്ഥരോടും ഒക്കെ വീണ്ടും തനിക്കതിന് അതിൻ്റെ അടുത്ത് കയറാനുള്ള അവസരം ചോദിച്ചപ്പോ പൈലറ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അദ്ദേഹം സമ്മതിച്ചില്ല. വീണ്ടും വിമാനം പറന്നുയർന്നു. വീണ്ടും വിമാനത്തിന് യന്ത്ര തകരാറ്, സാങ്കേതിക തകരാറ്. വീണ്ടും വിമാനം ഇറക്കി. തകരാറ് മാറ്റിക്കഴിഞ്ഞപ്പോ പൈലറ്റ് അറിയിച്ചു, കൂടെ പുറപ്പെടാൻ കഴിയാത്ത ആ ഹാജിയെ കൂടി വിമാനത്തിൽ കയറ്റിയിട്ട് ഇനി ഈ വിമാനം പുറപ്പെടുന്നുള്ളൂ. ആ മനുഷ്യനെ കൂടി, ആ ഹാജിയെ കൂടി കയറ്റിയിട്ട് ഇനി ഈ വിമാനം പുറപ്പെടുന്നുള്ളൂ. അദ്ദേഹത്തിന് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. നമ്മുടെ കാര്യം എങ്ങനെയാണ്? നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അത് തടയാൻ ദുനിയാവിൽ ആർക്കും കഴിയില്ല. പടച്ചവൻ നിശ്ചയിച്ചത്, നമുക്ക് വേണ്ടി നിശ്ചയിച്ചത് തടയാൻ ദുനിയാവിൽ ആർക്കും കഴിയില്ല. അത് ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും. അതുകൊണ്ട് മഴയാകട്ടെ, കാറ്റാകട്ടെ, ഇടിയാകട്ടെ, എന്തു ആകട്ടെ, അതെല്ലാം നമ്മുടെ ദുനിയാവ്, നമ്മുടെ ജീവിതം എല്ലാം അള്ളാഹുവിലേക്ക് വേണ്ടി സമർപ്പിക്കുക. പടച്ചവനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ സമയങ്ങൾ വിശുദ്ധമായ റമദാനിന്റെ രാപ്പകലുകൾ പോലെ മഹത്വമുള്ളതാണ്, പുണ്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ഈ സമയങ്ങൾ മറ്റു ദിവസങ്ങളെക്കാൾ, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പടച്ചവന്റെ പൊരുത്തത്തിനു വേണ്ടി, അവനാണ് സർവ്വതും, അവനാണ് നമ്മുടെ ജീവിതം, ദുനിയാവും ആഖിറവും നിയന്ത്രിക്കുന്നവനും തീരുമാനിക്കുന്നവനും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പടച്ചവന്റെ പൊരുത്തത്തിൽ സമയങ്ങൾ ചെലവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനിക്കട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉളഹിയത്തുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. അതിന്റെ എല്ലാ നേട്ടങ്ങളും എല്ലാ ബറക്കത്തുകളും നമ്മുടെ ദുനിയാവിന്റെ സർവ്വ കാര്യങ്ങളിലും അല്ലാഹു ഏറ്റവും വലിയ അനുഗ്രഹമായി കാവലായി ചൊരിഞ്ഞു തരട്ടെ. നാളെ ആഖിറത്തിൽ അതുകൊണ്ട് വിജയിക്കാൻ, സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ, സിറാത്ത് എന്ന പാലം കടക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിബറകതി സല്ലല്ലാഹു അലാ മുഹമ്മദ് وعليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആയും നമ്മുടെ സ്വലാത്തും സ്വീകരിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രത്യേകം ഒരു ചികിത്സാ സഹായത്തെ പറ്റി ഇന്ന് നമ്മോടൊന്ന് കരുതി വരാൻ പ്രത്യേകം അറിയിച്ചതാണ്. നമ്മുടെ മഹല്ലുകാരനാണ്, പുത്തുക്കാടൻ സാജു എന്ന പേരുള്ള ഒരു സാധുവായൊരു മനുഷ്യൻ.
നമ്മുടെ മഹല്ലങ്ങാണ്. 3 പെൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത്. 3 പെൺമക്കൾ, 3 പേരുടെയും വിവാഹം കഴിഞ്ഞു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മാത്രമാണ് വീട്ടിലുള്ളത്. രോഗിയാണ് അദ്ദേഹം. പ്രത്യേകിച്ചൊരു ജോലിയും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. മരുന്ന് വാങ്ങാൻ, അതുപോലെ ദൈനംദിന കാര്യങ്ങൾ എല്ലാത്തിനും